പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വിജയലക്ഷ്മിയുമായുള്ള എല്ലാ പ്രശ്നവും പരിഹരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഒടുവിൽ വിജയലക്ഷ്മിയോട് സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഗോവിന്ദ്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകൻ തന്നോട് ഇത്രയധികം സ്നേഹത്തോടെ സംസാരിക്കുന്നത് കാണുന്നത് വിജയലക്ഷ്മിയെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഇതേ തുടർന്ന് വിജയലക്ഷ്മി തൻ്റെ മകനെ ചെന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നിന്നെ ഇങ്ങനെ എന്നോട് ചേർത്ത് നിർത്തണം എന്ന് ഞാൻ ഒരുപാട് വർഷങ്ങളായി കരുതുന്നു. പക്ഷേ എനിക്ക് അതിനൊരു ചാൻസ് ഇതുവരെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയത് എന്നും പക്ഷേ ഇനിയൊരിക്കലും നിന്നെ കൈവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് വിജയലക്ഷ്മി. അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഗോവിന്ദ്. ഇതേ തുടർന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നതിനായി തയ്യാറാകുന്ന ഗോവിന്ദ്, ഞാൻ എത്രയധികം കൊതിച്ചിരുന്നു ഈ ഒരു മൊമെന്റിന് വേണ്ടി എന്ന് അമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുകയും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു നിമിഷം ഉണ്ടാകണമെന്നും അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിക്കണമെന്നും ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നതായി പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം പുതിയ വഴിത്തിരിവാണ് ഉണ്ടാക്കുന്നത്. ഇത് കാണുന്ന ഗീതു അമ്മയും മകനും ഒന്നിച്ചത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്ന് വ്യക്തമാക്കുകയും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വിജയലക്ഷ്മി, ഞങ്ങളിങ്ങനെ ഒന്നിച്ചുവെങ്കിൽ അതിന് കാരണം നീ തന്നെയാണ്. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഈ തെറ്റിദ്ധാരണകൾ ഒരിക്കലും മാറുകയില്ലായിരുന്നു. നീയും എൻ്റെ മകൾ തന്നെയാണ് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് ഗീതുവിനെ തന്നോട്. ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അമ്മ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്ന് കണ്ണനെ വിട്ട് എങ്ങോട്ടും പോകാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വിജയലക്ഷ്മി. അപ്രതീക്ഷിതമായ ഈ സംഭവം കണ്ണനെയും വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഇതേ തുടർന്ന് വിജയലക്ഷ്മി വീട്ടിലേക്ക് വരണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അതിനുള്ള സമയമായിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഗീതു. രാധികാമ്മ അവിടെ ഉള്ളിടത്തോളം കാലം കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറയുകയും പ്രത്യേകിച്ച് രഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും മറക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ രഞ്ജുവിനെ രക്ഷിക്കുക എന്നുള്ള നീക്കവുമായി മുന്നിലേക്ക് വരികയാണ് വിജയലക്ഷ്മിയും ഗോവിന്ദും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.